ലണ്ടൻ മലയാളം റേഡിയോ. The station that loves God's own country and its people. London Malayalam Radio. എല്ലമ്മ. എല്ലാ എന്റെ മാന്യ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ഇത് ലണ്ടൻ മലയാളം റേഡിയോയുടെ ഓൺ ദ സ്പോട്ട് എന്ന പ്രോഗ്രാമാണ്. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിതിയാണ്. എല്ലാ എന്റെ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു ഈ ആഴ്ചത്തെ ഓൺ ദ സ്പോട്ടിലേക്ക്. അപ്പോൾ വിശേഷങ്ങൾ അങ്ങ് തുടങ്ങാല്ലേ? നിങ്ങൾ റെഡിയാണോ? ഞാനെപ്പോഴേ റെഡിയാണ്. സോ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വോട്ടൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയില്ലേ? നമ്മുടെ പൗരാവകാശമാണ്. നമ്മുടെ ആ ഒരു അവകാശം നമ്മൾ മിസ്സാക്കാൻ പാടില്ലായിരുന്നു. ആരും മിസ്സാക്കിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഉദ്ദേശിച്ച പാർട്ടിക്കൊക്കെ തന്നെയാണോ ഭൂരിപക്ഷം? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അല്ലേ? കാരണം ആർക്കും വലിയ ഭൂരിപക്ഷം എന്നൊന്നും പറയാൻ പറ്റില്ല. തെരേസ മേയ്ക്കാണെങ്കിൽ വൻപൻ തിരിച്ചടിയായിരുന്നു. ബ്രിട്ടനിൽ തൂക്കുസഭയല്ലേ? ബ്രിട്ടൻ പാർലമെന്റിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ പുറത്തു വന്നപ്പോൾ ഭരണകക്ഷിയായ നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി കിട്ടി. വോട്ടുകളൊക്കെ എണ്ണിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ തെരേസ മേ നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കോ അല്ലെങ്കിൽ ജെറമി കോർബിൻ നയിക്കുന്ന ലേബർ പാർട്ടിക്കോ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഭൂരിപക്ഷം നേടാനായില്ല. 310 സീറ്റ് നേടിയിട്ട് കൺസർവേറ്റീവ് പാർട്ടി എന്താ പറയുക, കുറച്ച് വമ്പൻ ഭൂരിപക്ഷത്തിലെത്തിയെങ്കിലും ഒരു വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ വേണ്ടിയിട്ട് 326 സീറ്റുകളായിരുന്നു വേണ്ടത്. എന്നാൽ അവർക്കത് നേടാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ബ്രെക്സിറ്റിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഡേവിഡ് ക്യാമറൂൺ രാജിവെച്ചതോടെയാണ് നമ്മുടെ തെരേസ മേ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത്. 2020 വരെ ഉണ്ടായിരുന്നു അവരുടെ കാലാവധി. എന്നാൽ അതിന് മുന്നേ ഒരു ഉപതെരഞ്ഞെടുപ്പ് വെക്കുകയും എന്നാൽ അതിൽ ശരിക്കും പറഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഒരു വമ്പൻ തിരിച്ചടിയാണ് കിട്ടിയത്. നേരത്തെ പറയുകയാണെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയൊരു വമ്പൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. എന്നാൽ നമ്മുടെ ഈ ഇടയ്ക്ക് വന്ന തീവ്രവാദ ആക്രമണങ്ങളാണ് മേയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തത് എന്നാണ് ഒരു വെയ്പ്പ്. എന്താണെങ്കിലും ഏത് പാർട്ടിയും ജയിച്ചോട്ടെ, ഏത് പാർട്ടിയും ഭരിച്ചോട്ടെ അല്ലേ? ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒക്കെയുമാകട്ടെ ഏത് പാർട്ടിയുടെയും ഭരണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, വിഷ് ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നല്ലൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിത. என் காதல் காதல் சொல்லவானா, ஒரே ஊராற்று ஒரே ஊரோடு தள்ளாடும் என்னை தாங்குவானா, வா என்று கட்டளையிட்டானா, முத்தத்தில் கை விளங்கிட்டானா, கைதாகினாள் தேவசேனா. என் மார்பில் ஏறி போரிடும் மெய்தீரனா, எந்தன் கொடியை மேலேறி நாட்டமா மோகனா, வாளின் முனையில் எங்கெங்கோ முத்தம் வைத்திடும் அரக்கனா, வாயின் முனையில் மாயங்கள் காக்கவா காமினா, காலம் மாற்றினானா, போல மீது பற்றினானா, தீக்கோலமாய் தேவசேனா. ஒரே ஊரூரில் ஒரே ஊரூரில் ஒரே ஊராச்சா, என் காதல் காதல் சொல்லவானா, ஒரே ஊராற்று ஒரே ஊரோடு தள்ளாடும் என்னை தாங்குவானா, என் நெஞ்சில் அன்பு ஏகிறானா, கண் இன்றி நானும் செல்கிறேனா, பேச்சின்றியே தேவசேனா.
തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിത. വളരെ നല്ലൊരു ഗാനമൊക്കെ കേട്ടു. പക്ഷേ ഗാനമൊക്കെ ആസ്വദിക്കുന്നതിന് കൂട്ടത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞൊരു കാര്യം ബ്രിട്ടനിലെ തിരഞ്ഞെടുപ്പായിരുന്നു. ഏതായാലും അതൊരു വഴിക്കാക്കി വെച്ചിട്ടില്ലേ. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചു നേരം മാറിയിരുന്നാലോ? നേരെ നമുക്ക് നാട്ടിലേക്ക് വിടാം. അവിടെയും കൊണ്ടുവന്ന് കൈകടത്തി തലകടത്തിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കുറവ് അല്ലേ ഇഷ്ടാ. അതുകൊണ്ട് നമുക്കിനി നേരെ നാട്ടിലേക്ക് വിടാം. നാട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് ഇനി അമ്മണിക്കുട്ടി പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, മോട്ടോർ വാഹന ഭേദഗതി ബില്ല് അംഗീകരിക്കുകയുണ്ടായി. പുതുക്കിയ പിഴത്തുക എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറയാൻ പോവുകയാണ്, കേട്ടിരുന്നോളൂ. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ പഴയ നിരക്കായിരുന്നെങ്കിൽ 500 രൂപയായിരുന്നു ഫൈൻ. എന്നാൽ പുതിയ നിരക്കനുസരിച്ച് 5000 രൂപ വരെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഓവർ സ്പീഡിനായിരുന്നെങ്കിൽ പഴയ നിരക്ക് 400 രൂപയായിരുന്നു പിഴ. എന്നാൽ പുതിയ നിരക്കിൽ 1000 മുതൽ 2000 രൂപ വരെ നിങ്ങൾ പിഴയടക്കേണ്ടി വരും. അപകടകരമായ ഡ്രൈവിങ്ങിന് പഴയ നിരക്കാണെങ്കിൽ 1000 രൂപ മതിയായിരുന്നു. എന്നാൽ പുതിയ നിരക്ക് എത്രയാണെന്നറിയാമോ? മൂക്കത്ത് വിരൽ വെച്ചോ 5000 രൂപ. ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ പഴയ നിരക്ക് 2000 രൂപയായിരുന്നു. പുതിയ നിരക്കേ 10000 രൂപയാണ്. അതുകൊണ്ട് വെറുതെ പണിയൊന്നും മേടിച്ച് വെക്കണ്ട. ഇനി അടുത്തതും കൂടെ കേട്ടോ. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ പഴയ നിരക്കിൽ 100 രൂപ നിങ്ങൾ അടച്ചാൽ മതിയായിരുന്നു. എന്നാൽ പുതിയ നിരക്ക് എത്രയാണെന്ന് അറിയാമോ? 1000 രൂപ. 1000 ഇന്ത്യൻ മണീസ്. പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച് പിടിച്ചാലോ? അതിൻ്റെ കാര്യം കേൾക്കണോ എന്താണെന്ന്? വലിയൊരു പണിയാണ്. രക്ഷകർത്താവ് അല്ലെങ്കിൽ അതിൻ്റെ RC ഓണർ 25,000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും. അതും പോരാത്തതിനെ 3 വർഷമാണ് കഠിന തടവ്. വെറുതെ പണി മേടിച്ച് വെക്കണ്ട. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപകടത്തിൽപ്പെടുന്ന വാഹനം നിർത്താതെ പോവുകയാണെങ്കിലോ പഴയ നിരക്കനുസരിച്ച് 25,000 രൂപയായിരുന്നു. പുതിയ നിരക്ക് എത്രയാണെന്ന് അറിയാമോ? 2 ലക്ഷം ഇന്ത്യൻ മണീസ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയുള്ളവരായിട്ടിരിക്കുക, ജാഗരൂകരായിട്ടിരിക്കുക. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ വാഹനം ഒഴിക്കുക. ഇത് ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ എന്താണ്? അതുകൊണ്ട് തന്നെ ആസ്വദിച്ച് ആഘോഷിച്ച് ജീവിക്കുക. എന്നാൽ അത് ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് വയസ്സായിട്ട് തന്നെ ജീവിക്കുക, ഉപയോഗപ്പെടുത്തുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു പുതിയ നിരക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ, എല്ലാവരെയും ഒന്ന് അറിയിച്ചോളൂ. ഇത് കേരള പോലീസിൻ്റെ ഒരു അറിയിപ്പായിട്ട് ആണ് നിങ്ങളിത് എടുക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിത. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ, കനിയൂടയോരേ. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ, കനിയൂടയോരേ. അകലെ ചേലോലും നിറപറകൾ ഉയരും മംഗല്യ മധുമൊഴികൾ. അകലെ ചേലോലും നിറപറകൾ ഉയരും മംഗല്യ മധുമൊഴികൾ. അഴകിൻ താലത്തിൽ നെയ്ത്തിരികൾ മധുരം ചാലിക്കും മംഗളങ്ങൾ. തുടരും തകിൽ മേളം, തുടരും തകിൽ മേളം. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ, കനിയൂടയോരേ.
ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദനിതപ ഗമപദനിസനിത പദപമപ. ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. സദയം സസ്നേഹം പരിഗണിക്കൂ, വ്യഥകൾ വൈകാതെ പരിഹരിക്കൂ. കിളിതന്നവകാശം, കിളിതന്നവകാശം. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ. പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ, 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 കനിയൂടയോരേ. ലണ്ടൻ മലയാളം റേഡിയോ, യുണൈറ്റഡ് മലയാളീസ് എന്റർടൈനർ. നല്ല ഒന്നാന്തരം ഒരു ഗാനമൊക്കെ കേട്ട് ആസ്വദിച്ച് ആഘോഷിരിക്കില്ലേ എല്ലാവരും? എന്നാൽ പിന്നെ വീണ്ടും തിരിച്ചു വരാം, കാരണം ഓൺ ദി സ്പോട്ടിൽ വിശേഷങ്ങളൊക്കെ ഇനിയും കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗാനമൊക്കെ കേട്ട് ആ ഒരു സമയത്ത് ഞാനും എൻ്റെ ഓർമ്മകളും കൊണ്ടേ പഴയകാല മലയാള ഗാനശേഖരങ്ങളിലേക്കൊന്ന് ഓളിയിടുകയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തെളിഞ്ഞൊരു പാട്ടുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, അങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനം. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ സമയത്തിരുന്ന് നമ്മൾ ഈ ഗാനമൊക്കെ കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരും. പക്ഷേ അതിൻ്റെ വരികളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നേ എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണല്ലേ. ഇതൊക്കെ ചിട്ടപ്പെടുത്തിയ ആൾക്കാർക്ക് ഹൃദയം കൊണ്ടൊരു വലിയ നമസ്കാരമുണ്ട്. നമ്മുടെ മലയാള ഗാനശേഖരത്തിന് അല്ലെങ്കിൽ അതിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ പഴയ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വരികളും ഇത്തരത്തിലുള്ള ഈണങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും പാമ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അവിടെ നിന്ന് പോകാതെ ഒരു കഥയും കൂടെ എൻ്റെ മനസ്സിലേക്ക് വരികയുണ്ടായി. ഈ പാമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നതാണേ. പണ്ട് കാരശ്ശേരി മാഷ് പറഞ്ഞൊരു കഥയുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ കഥ അറിയാം എന്ന് എനിക്കറിയില്ല. അറിയുന്നവരാണെങ്കിൽ ഒന്നുകൂടെ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനി അറിയാത്തവരാണെങ്കിൽ ദാ അമ്മണിക്കുട്ടി പറയാൻ പോകാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു പെരുമഴയത്ത് ഒരു വിഷസർപ്പം പുഴ കടക്കാൻ എത്തി കേട്ടോ. പക്ഷെ ആ പാമ്പിനെ അത് കടക്കുവാനായില്ല. കാരണം പുഴ ഇങ്ങനെ കുത്തി ഒലിച്ച് പോകുകയല്ലേ. അപ്പോഴാണ് അതുവഴി ഒരാമ വന്നത്. ഈ പാമ്പ് അപ്പോൾ ആമയോട് ചോദിച്ചു, എടോ നിനക്ക് കട്ടിയുള്ള പുറന്തോടും നീന്താനുള്ള കഴിവും ഒക്കെ ഉള്ളതല്ലേ, നീ പുഴ കടക്കുമ്പോൾ എന്നെ കൂടി അപ്പുറത്ത് കടത്തി തരാമോ? അപ്പോൾ ആമ എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയാണെന്ന് നീ കരുതിയോ? നിന്നെപ്പോലെ ഒരു വിഷസർപ്പത്തെ മുതുകിലിരുത്തി പുഴ കടത്തിയാൽ നീ എന്നെ കൊത്തില്ലേ, ഞാൻ ചത്തുപോകില്ലേ? ഇത് കേട്ട് പാമ്പ് പറഞ്ഞു, നീ പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഞാൻ നിന്നെ കൊത്തിയാൽ നീ ചാകും, കൂട്ടത്തിൽ ഞാനും ചാകില്ലേ? നീ പറയുന്നതിൽ ഒരു യുക്തിയുമില്ലല്ലോ. ആമയ്ക്ക് ആ യുക്തി അങ്ങ് ബോധ്യപ്പെട്ടു. ആമ പാമ്പിനെ മുകളിൽ ഇരുത്തിയിട്ട് പുഴ നീന്തുവാൻ തുടങ്ങി. പക്ഷേ ഇതിന്റെ ട്വിസ്റ്റ് എവിടെ കിടക്കുന്നതെന്നറിയാമോ? പുഴ മധ്യത്തിലെത്തിയപ്പോൾ പാമ്പ് ആമയെ കൊത്തുകെട്ടി പുഴയുടെ ആഴങ്ങളിലേക്ക് ആമ ഗുളുഗുളൂ നിന്ന് മുങ്ങി താടുകൊണ്ടിരുന്നു. അപ്പം മരണവെപ്രാളത്തിൽ ആമ ഇങ്ങനെ പാമ്പിനോട് ചോദിച്ചു, ഇതിന്റെ യുക്തി എന്താണ്? അപ്പോൾ പാമ്പ് പറഞ്ഞു, ഇതിന് യുക്തിയുമില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ല, ഒരു ബന്ധവുമില്ല, ഇത് എൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഞാൻ ഈ കഥ ഇപ്പം പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ലൈഫിൽ കുറേ അധികം ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ അവരെയൊക്കെയും എല്ലാവരെയും തന്നെ നമുക്ക് ബെസ്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒരു സ്പേസ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടിയാലേ നമുക്ക് ഈ ആമയുടെ ഗതിയായിരിക്കും. കാരണം ജീവിതത്തിൽ ഇതുപോലെ പാമ്പിൻ്റെ വിഷമുള്ള പല ആൾക്കാരുമുണ്ട്. സോ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വൈസായിട്ട് വേണം നമ്മുടെ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ. ബുദ്ധി ഉപയോഗിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഏതായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരൊക്കെയും നമുക്ക് സപ്പോർട്ട് തരുന്ന ആൾക്കാരായിരിക്കട്ടെ, നമ്മുടെ എന്താ പറയുക താഴ്ചയിലും ഉയർച്ചയിലും ഒക്കെ നമ്മളോട് കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കട്ടെ, ആത്മാർത്ഥതയുള്ളവരായിരിക്കട്ടെ. അത് പറയാനാണ് ഈ കഥ ഇപ്പോൾ പറഞ്ഞത്. ഏതായാലും നല്ലൊരു ഗാനം കൊണ്ട് നമുക്ക് കേട്ട് വരാം. ഇതിൽ എൻ്റെ മലയാളം പേടിയോ കൂടെ ഞാനാണ് നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിത. പ്രണയശാഖിയിൽ ഇനിയുമീറൻ ദലപുടങ്ങളായി മാറുവാനായി പാടാൻ മറന്നു പോയൊരാ പാട്ടിൻ ചിറകുകളിൽ കയറി നീ ഉയരുകയായി.
മോഹിച്ചും നീ മണ്ണിൻ പൂമഞ്ചത്തിൽ ആവോളം പൂങ്കാറ്റെ ചാടി ഉറങ്ങും. കുരുവികൾ പോലെ തടങ്ങളിൽ പോരൂ കൂടെ ഉടലൊരുകുമൊരീ മെഴുതിരികളിലും നാളം പൂക്കും മാലോലം. ഓരത്തെ പൂക്കൾക്കും പൂമഞ്ഞിൻ മുത്തം നൽകും ആകാശം നിൻ കണ്ണിൽ വീണുമയങ്ങും. ഒഴുകി ഒഴുകി പുഴയിലൂടെ കരയിൽ വന്നൊരീ ഇലകൾ നമ്മൾ നടന്നു പോ നിഴലുകൾ പോലെ അപസ്വരം തേങ്ങുമ്പോഴും ശ്രുതിയിഴകളിലെ സ്വരലയ മധുവായി വീണ്ടും നമ്മൾ ഒന്നാകും. ഓരത്തെ പൂക്കൾക്കും പൂമഞ്ഞിൻ മുത്തം നൽകും ആകാശം നിൻ കണ്ണിൽ വീണുമയങ്ങും. ഒഴുകി 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 പുഴയിലൂടെ കരയിൽ വന്നൊരു ഇലകൾ നമ്മൾ പ്രണയശാഖിയിൽ ഇനിയുമീറൻ തലപുടങ്ങളായി മാറുവാനായി. പാടാൻ മറന്നു പോയൊരാ പാട്ടിൻ ചിറകുകളിൽ കയറി നീ ഉയരുകയായി. മോഹിച്ചും ലാളിച്ചും നീ മണ്ണിൻ പൂമഞ്ചത്തിൽ ആവോളം പൂങ്കാറ്റെ ചാടി ഉറങ്ങും. ലണ്ടൻ മലയാളം റേഡിയോ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോസ് ഓൺ ദി സ്പോട്ട്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മിണിക്കുട്ടി RJ സ്മിതിയാണ് കൂടെ. ഇനി ഞാൻ പറയാൻ പോകുന്നതും ഒരു കഥ മുഖേനയാണ്. എർമ ബോംബക് എന്ന പ്രഭാഷക ഒരിക്കൽ സദസ്സിലിരിക്കുന്ന കോളേജ് കുട്ടികളോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. 5 മിനിറ്റിനുള്ളിൽ ഈ ലോകം അവസാനിക്കും എന്നുറപ്പായ ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി എങ്ങോട്ടും നിങ്ങൾക്ക് പോകുവാനില്ല, ഇരിക്കുന്ന ഇടത്തു നിന്ന് പോകുവാൻ കഴിയുകയുമില്ല, അങ്ങനെ പോയി ആരെങ്കിലും കാണുവാനും നിങ്ങൾക്ക് കഴിയുകയില്ല, ഒന്നും ചെയ്യുവാനുമില്ല. അപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് എന്താ ചെയ്യുന്നത്? കോളേജ് കുട്ടികൾ നിറഞ്ഞ നിശബ്ദരായി. പിന്നെ നിശ്ചയമില്ലാതെ എന്തൊക്കെയോ പറവാൻ ശ്രമിച്ചു. അപ്പോൾ എർമ ഇപ്രകാരം വീണ്ടും തുടരുകയുണ്ടായി. അന്നേരം നിങ്ങൾ ആദ്യം ചെയ്യുക എങ്ങോട്ടും ഓടുകയല്ല, മറിച്ച് ആ ഒരു 5 മിനിറ്റ് ആദ്യമായി നിങ്ങൾ ജീവിതത്തിൽ ഇരിക്കും. ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ എങ്ങനെയും ആ ആളെ വിളിക്കുവാൻ ശ്രമിക്കും. നിങ്ങൾ അവരെ എത്രയോ സ്നേഹിച്ചിരുന്നുവെന്ന് പറ്റാവുന്നതുപോലെ ഒക്കെ പറഞ്ഞു തീർക്കും. അവരുടെ ശബ്ദം കേട്ട് ഈ ലോകത്തിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുന്നത് ഒരു ഭാഗ്യമാണ് എന്നാകും ഒരു പക്ഷേ നിങ്ങളുടെ അവസാനത്തെ വാക്കുകൾ. ജീവിതത്തിൽ ഒരിക്കലും അവർ അത്രയും ഗാഢമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ വിചാരിക്കുന്നവർ മാത്രം കൈയടിക്കുക. പിന്നെ സദസ്സിൽ നിർത്താതെ കൈയടിയായിരുന്നു. ആർക്കും ഒരു എതിരഭിപ്രായവും ഉണ്ടായിരുന്നില്ല. എർമ തുടർന്നു. ആ ഒരു 5 മിനിറ്റിൽ നിങ്ങൾ വിളിക്കുന്ന ആളെ കിട്ടാതിരിക്കാനും കിട്ടുവാനും ഒക്കെയും സാധ്യതയുണ്ട്. ഒന്നുകിൽ അയാൾ നിങ്ങളെ വിളിക്കുകയായിരിക്കും,
അല്ലെങ്കിൽ ഇതേ കാര്യം പറയുവാൻ അയാൾ മറ്റൊരാളെ വിളിക്കുകയായിരിക്കും. എർമ്മ തമാശയോടെ ഇത് പറഞ്ഞപ്പോൾ സദസ്സൊട്ടാകെ പൊട്ടിച്ചിരി ഉയർന്നു. അങ്ങനെയെങ്കിൽ ആ അവസാന 5 മിനിറ്റിന് വേണ്ടി എന്തിനു കാത്തിരിക്കണം? ഒന്ന് നിർത്തിയിട്ട് എർമ്മ തുടർന്നു. സ്നേഹമുണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ് അത് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതും. അത്രയുമേ ഇന്ന് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കുവാനുള്ളൂ. ഈ സദസ്സിലെ ഒരാൾ അയാൾ ഇഷ്ടപ്പെടുന്ന ആളോട് ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഇന്ന് ശ്രമിക്കുമെങ്കിൽ എൻ്റെ ഈ പ്രഭാഷണം വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിലൊതുക്കി ജീവിക്കാനുള്ളത് മാത്രമല്ല, അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കുക. കാരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ലായിരിക്കും. എന്നാൽ പിന്നെ നല്ലൊരു ഗാനം കൂടെ കേട്ടുതരാം. ഏത് ഗാനം കേൾക്കണമെന്നും കൂടെ പറയട്ടെ. എന്ന് നിന്റെ മൊയ്തീനുള്ള പാട്ട് കേട്ടാലോ? സോ ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതില്ലാണ്ട് മലയാളം റേഡിയോ. ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിത. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി ഓർത്തിരുന്ന് ഓർത്തിരുന്ന് നിഴലു പോലെ ചിറകൊടിഞ്ഞു കാറ്റിലാടി നാളമായി നൂലു പോലെ നീർത്തുപോയി ചിരി മറന്നു പോയി ഓരോ നേരം തോറും നീളും യാമം തോറും നിന്റെ ഓർമ്മയാലിരിഞ്ഞിടുന്നു ഞാൻ. ഓരോരോ മാറിക്കാറും നിന്റെ മൗനം പോലെ എനിക്കായി തേയുമെന്നു കാത്തു ഞാൻ. മഴ മാറി വെയിലായി ദിനമേറെ കൊഴിയുന്നു തെന്നി തെന്നി കണ്ണിൽ മായും നിന്നെ കാണാൻ എന്നും 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 കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി ഓളം മൂളും പാട്ടിൽ നീങ്ങും തോണിക്കാര നിന്റെ കൂട്ടിനായി കൊതിച്ചിരുന്നു ഞാൻ. ഇന്നോളം കാണാപ്പൂക്കൾ ഈറൻ മുല്ലക്കാവിൽ നമുക്കായി മാത്രമൊന്നു പൂക്കുമോ? തിരി പോലെ കരിയുന്നു തിര പോലെ തിരയുന്നു ചിമ്മി ചിമ്മി നോക്കും നേരം മുന്നിൽ പിന്നിൽ എന്നും 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 കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളകളൂർന്നു പോയി You are listening London Malayalam Radio. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ. കൂടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം മമ്മണിക്കുട്ടി RJ സ്മിതയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ലണ്ടൻ മലയാളം റേഡിയോയുടെ ഓൺ ദി സ്പോട്ട് എന്ന പ്രോഗ്രാമാണ്. അപ്പം ഇനി അടുത്ത വിശേഷം കേൾക്കണ്ടേ? അടുത്ത വിശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാരതത്തിൽ നിന്നാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് തന്നെ പോകാം. ഈ ഒരു കാലയളവിലെ
വാട്സപ്പ് ഒക്കെ ഒന്ന് ഓണാക്കിയാൽ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ഇന്നോ നാളെയോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നസ്രാണികളും ഒക്കെ തമ്മിൽ അങ്ങ് തല്ലി ചാവാൻ പോവുകയാണെന്ന്. എന്നാൽ ഈ ഫോൺ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് പുറത്തിറങ്ങി നോക്കിക്കേ. മുഹമ്മദ് ആക്കിയുടെ കൂടെ സൈക്കിളിൽ കൊച്ചു വർത്തമാനവും പറഞ്ഞു പോകുന്ന നാരായണേട്ടനെ കാണാം. പീഡികത്തിണ്ണയിൽ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ജോസേട്ടനെയും കാതിരക്കയും കൃഷ്ണേട്ടനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമ്മുടെ നാടിൻ്റെ നന്മയാണ്, നാടിൻ്റെ ഭംഗിയാണ്. പ്രസവാവശ്യത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുവാൻ മക്കളെ അടുത്ത വീട്ടിലെ കതീശുമയെ ഏൽപ്പിച്ചു പോകുന്ന ശാന്ത ചേച്ചിയെ നമുക്ക് കാണാൻ കഴിയില്ലേ? ഓരോ നാട്ടുവർത്തമാനവും പറഞ്ഞ് സരോജിനി ചേച്ചിയുടെ തലയിലെ പെയിൻ നോക്കുന്ന ആയിഷത്താത്ത നമ്മുടെ നാട്ടിലെ ഒരു നിത്യകാഴ്ചയല്ലേ? ഒരു ഗ്ലാസ്സിൽ സാധനം ഒഴിച്ച് മാറി മാറി അടിക്കുന്ന ഉസ്മാനും കുട്ടിശങ്കരനും ജോസഫും ഒക്കെ നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചകളാണ്. ചാത്തുകുട്ടി വലിച്ച ബീഡിയിൽ നിന്നും തീ കൊളുത്തുന്ന ബീരാൻ, യതീം ഖാനയ്ക്ക് പിരിവ് കൊടുക്കുന്ന സുന്ദരേട്ടൻ, അമ്പല കമ്മിറ്റിക്ക് പിരിവ് കൊടുക്കുന്ന മൊയ്തീൻ കുട്ടി, ബസ് സ്റ്റോപ്പിൽ പഞ്ചാരയടിച്ച് നിൽക്കുന്ന ഫ്രീക്കന്മാരായ നമ്മുടെ സലീമും രഘുവും പീറ്ററും. ഇതാണ് ഒരു സാധാരണ കേരള ജനതയുടെ മനസ്സ്. ഫോണിലും സ്റ്റേജിലും വർഗീയ വിഷം ചീറ്റുന്ന മൂല്യമാരെയും ആചാര്യന്മാരെയും സുവിശേഷക്കാരെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ സത്യത്തിൽ ഈ നമ്മുടെ നാട്ടിലുള്ളൂ. ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അന്നന്നത്തെ അന്നത്തിന് പായുന്ന പാവം ജനം ഇതൊന്നും അറിയുന്ന പോലുമില്ല എന്നാണ് സത്യം. അതാണ് നമ്മുടെ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, അങ്ങനെ അറിയപ്പെടുന്ന നമ്മുടെ പാവം പാവം കൊച്ചു കേരളം. ഇത്തരണത്തിൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടുണ്ട്, RJ ഫെമിന നിസാർ എന്നാണ് അവരുടെ പേര്. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാനിട വന്നു. അത് ഞാൻ ഇത്തരണത്തിലൊന്ന് പറയുകയാണ്. വീരശൂര പരാക്രമിയായ രാവണൻ മരണക്കിടക്കയിൽ രാമനോട് ഇങ്ങനെ പറയുകയുണ്ടായി: അല്ലയോ രാമ, ഞാൻ പല കാര്യങ്ങളിലും അങ്ങേക്കാൾ ശ്രേഷ്ഠനാണ്. ഞാൻ അങ്ങേക്കാൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ബ്രാഹ്മണനാണ്. ഞാൻ വയസ്സിൽ നിന്നേക്കാൾ മൂത്തവനുമാണ്. എൻ്റെ കുടുംബം നിന്റെ കുടുംബത്തേക്കാൾ വളരെ 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 വലുതാണ്. എൻ്റെ കഴിവുകൾ നിന്നേക്കാൾ മികച്ചതാണ്. നിന്റെ കൊട്ടാരം മാത്രമായിരുന്നു സ്വർണ്ണ നിർമ്മിതം, എന്നാൽ എൻ്റെ ലങ്ക മുഴുവനും സ്വർണ്ണ നഗരിയായിരുന്നു. ഞാൻ ബലത്തിലും അംഗബലത്തിലും നിന്നേക്കാൾ എത്രയോ മുന്നിലാണ്. ജ്ഞാനത്തിലും തപോശക്തിയിലും ഞാൻ താങ്കളെക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ്. എന്നിട്ടും എനിക്ക് അങ്ങേക്ക് മുൻപിൽ തോൽക്കേണ്ടി വന്നു. അതിന് കാരണം ഒന്ന് മാത്രം: അങ്ങയുടെ സഹോദരൻ ലക്ഷ്മണൻ ഈ യുദ്ധഭൂമിയിൽ അങ്ങയോടൊപ്പം ഒരു താങ്ങായും തണലായും നിന്നു, ഒരു വൻ വൃക്ഷത്തെ പോലെ. പക്ഷെ എൻ്റെ സഹോദരനോ എനിക്കെതിരായും നിന്നു. സ്വന്തം സഹോദരൻ തണലായി കൂടെ ഇല്ലെങ്കിൽ വീരശൂര പരാക്രമിയായ രാവണൻ പോലും തോറ്റു പോകുമെങ്കിൽ പിന്നെ നിസ്സാരിയായ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഭാരതത്തിലെ സഹോദരന്മാരെ, നാം പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള സമയം വളരെ അടുത്തിരിക്കുന്നു. വർഗീയതയ്ക്കും അത് മുതലെടുക്കുന്ന തീവ്രവാദങ്ങൾക്കും എതിരെയുള്ള ഈ ഒരു യുദ്ധത്തിൽ എല്ലാ സഹോദരനും ഒന്നായിട്ട് അണിചേരണം. ഒന്നോർക്കുക, മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന മഴുവിൻ്റെ പിടിയും മരത്തടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് എന്നുള്ള സത്യം. ഏതായാലും നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് ആഘോഷിച്ച് വളരെ നന്മപൂർണ്ണമായിട്ട് സ്നേഹത്തിലും സഹോദര്യത്തിലും മുന്നേറുക. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. ഈ ഒരു ഗാനത്തിന് ഡെഡിക്കേഷൻ ഉണ്ട്. RJ ഫെമിന നിസാറിന് വേണ്ടിയാണ് ഈ ഒരു ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഗാനം അവരോടൊപ്പം നമുക്കും ആസ്വദിച്ച് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. நீவானம் காற்று மழை என் கவிதை மூச்சு இசை துளித்தேனா மலரா திசை ஒளி பகல் நிலா நீவானம் காற்று மழை என் கவிதை மூச்சு இசை துளித்தேனா மலரா திசை ஒளி பகல் தேவதை அன்னம் பட்டாம்பூச்சி கொஞ்சம் தமிழ் குழந்தை சிங்கள் சிரிப்பு முத்தம் மௌனம் கனவு ஏக்கம் மேகம் மின்னல் ஓவியம் செல்லம் பிரியம் இம்சை இதில் யாவுமே நீதானெனினும் உயிரென்றே உன்னை சொல்வேனே நான் உன்னிடம் உயிர் நீ என்னிடம் நாம் என்பதே இனிமேல் மெய் சுகம் நிலா நீ வானம் காற்று மழை என் கவிதை மூச்சு இசை
துளித்தேனா மலரா திசை ஒளி பகல் You are listening London Malayalam Radio. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ കൂടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിതയാണ്. വളരെ മനോഹരമായൊരു ഗാനം കേട്ടില്ലേ? എന്നാൽ പിന്നെ ഒരു കൊച്ചു കഥയും കൂടെ കേട്ടാലോ? ഈ കഥ പങ്കുവെക്കുന്ന ആശയം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എത്നിക് ഹെൽത്ത് കോട്ടാണ് ഈ ഒരു കഥ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്ന് കാട്ടിയത്. അപ്പോൾ ഈ കഥ ഏതായാലും ഞാൻ ശ്രദ്ധിച്ച സ്ഥിതിക്ക് നിങ്ങളോടും കൂടെ പറയുകയാണ്. കേട്ടോളൂ കഥ എന്താണെന്ന്. ഒരു ബിസിനസ്സുകാരൻ എയർപോർട്ടിലെത്താൻ കുറച്ച് വൈകിപ്പോയി. പക്ഷെ ഭാഗ്യത്തിന് കൗണ്ടർ അടയ്ക്കുന്നതിന് മുന്നേ ഏകദേശം കുറച്ച് സെക്കൻഡുകൾക്ക് മുന്നിൽ ബോർഡിംഗ് പാസ് കൈപ്പറ്റുവാനും ടേക്ക് ഓഫിന് മുമ്പ് വിമാനത്തിലെത്തുവാനും അയാൾക്ക് സാധിക്കുകയുണ്ടായി. ശ്വാസം കിട്ടാതെ വേർത്ത് കുളിച്ച് സീറ്റിനടുത്തെത്തി ബാഗ് തലയ്ക്ക് മുകളിൽ ലഗേജ് കമ്പാർട്ട്മെന്റിൽ തിരികിന ശേഷം ജനലിനടുത്തിരുന്ന മധ്യവയസ്കയും നടുപ്പാതയ്ക്കരികെയുള്ള സീറ്റിലിരുന്ന കൊച്ചു പെൺകുട്ടിയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അയാൾ നടുക്കുള്ള തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു. എന്നിട്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വിമാനം അപ്പോൾ റൺവേയിലേക്കൂടെ ഓടിത്തുടങ്ങിയിരുന്നു.
അപ്പോൾ അയാൾ തൊട്ടടുത്തിരുന്ന് പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. കയ്യിലിരുന്ന കളറിംഗ് ബുക്കിൽ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ. ഹായ് മോളെ. അയാൾ അവളെ അഭിവാദ്യം ചെയ്തു. ഹലോ അങ്കിൾ. എന്താ മോളുടെ പേര്? നിവേദിത. മോളുട്ടിക്ക് എത്ര വയസ്സായി? 8 വയസ്സായി അങ്കിൾ. അങ്കിളിനുമുണ്ട് ഇതേ പ്രായത്തിൽ ഒരു സുന്ദരി മോള്. അപ്പോൾ അവൾ മനോഹരമായി ചിരിച്ചു. ആട്ടെ, എന്തൊക്കെയാ മോളുടെ ഇഷ്ടങ്ങൾ? എനിക്ക് കാർട്ടൂൺ ഇഷ്ടമാണ്, പിന്നെ പടം വരയ്ക്കാനും ഇഷ്ടമാണ്, അവൾ താല്പര്യത്തോടെ പറഞ്ഞു. ഇത്ര ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി തനിച്ച് എങ്ങനെ യാത്ര ചെയ്യുന്നു? ഒരു നിമിഷം അയാൾ അതിനെക്കുറിച്ച് ആലോചിച്ച് പരിഭ്രമപ്പെട്ടെങ്കിലും കൂടുതലൊന്നും അയാൾ പറഞ്ഞില്ല. വിമാനം പറന്നു തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ പിന്നിട്ട് കാണും. പെട്ടെന്ന് വിമാനമെന്ന് കുലുങ്ങിയുണ്ടായി. പിന്നാലെ പൈലറ്റിന്റെ അനൗൺസ്മെന്റും വന്നു. യാത്രക്കാരെല്ലാവരും ദയവായി അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങുക. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. നമ്മൾ അല്പം മോശം കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും പരിഭ്രമിക്കാനൊന്നും തന്നെയില്ല. അടുത്ത 1/2 മണിക്കൂർ കണ്ടിന്യൂസ്ലി വിമാനം ശക്തമായി കുലുങ്ങുകയും ഇളക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. യാത്രക്കാരിൽ പലരും ഉറക്ക കരയുകയുണ്ടായി. അയാൾ കിടതവശത്തിരുന്ന മധ്യവയസ്ക കരച്ചിലിന്റെ ശബ്ദത്തിൽ ഉറക്ക കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഭയം അപ്പോൾ അയാളുടെ കാലുകളിലൂടെ ഒരു വിറയിലായി മുകളിലേക്ക് കയറി തുടങ്ങി. അയാൾ അടിമുടി വിയർത്തു. ഇടയ്ക്ക് തൊണ്ട ശരിയാക്കിക്കൊണ്ട് എൻ്റെ ദൈവമേ എന്നൊരുകൂട്ടുകൊണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അയാളുടെ അടുത്തിരുന്ന പെൺകുട്ടി മാത്രം യാതൊരു കുലുക്കവുമില്ലാതെ, ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അങ്ങനെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് ആരംഭിച്ചതുപോലെ തന്നെ വിമാനത്തിന്റെ കുലുക്കവും നിന്നു. ഏകദേശം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പൈലറ്റിന്റെ അനൗൺസ്മെന്റും വന്നു. മോശം കാലാവസ്ഥ അവസാനിച്ചിരിക്കുന്നു, ഇനി ഒന്നും തന്നെ പേടിക്കാനില്ല. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ക്ഷമ ചോദിക്കുന്നു. ഏകദേശം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. വിമാനം ലാൻഡ് ചെയ്യാനുവേണ്ടി താഴ്ന്നു പറന്നു തുടങ്ങിയപ്പോൾ അയാൾക്ക് ആകാംക്ഷ അടക്കാൻ പറ്റാതെ ആ ചെറിയ കുട്ടിയോട് ചോദിച്ചു, നീ എത്ര ചെറിയ കുട്ടിയാണ്? എന്നാൽ നിന്നെപ്പോലെ ധൈര്യമുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. മുതിർന്നവരെല്ലാവരും ഭയന്ന് വിറച്ചപ്പോൾ നീ എത്രമാത്രം ശാന്തിയായിട്ടാണ് ഇരുന്നത്. എങ്ങനെ സാധിച്ചു നിനക്കത്? എവിടെ നിന്ന് കിട്ടി നിനക്ക് ധൈര്യം? അയാളുടെ കണ്ണിലേക്ക് നോക്കി ആ കുട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു, പൈലറ്റേ എൻ്റെ അച്ഛനാണ്, ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്താണ് ആ കൊച്ചു പെൺകുട്ടിക്ക് ഇത്രയും ധൈര്യം നൽകിയത്? നാം വിശ്വാസം അർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ ശക്തി അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ച് അലഞ്ഞിരിക്കില്ല. അച്ഛൻ കൂടെയുള്ളപ്പോൾ മറ്റൊരു അത്ഭുതം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. കാരണം മാതാപിതാക്കളെക്കാൾ വലിയ മറ്റെന്ത് അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ശരിയല്ലേ? മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയ നന്മയാണ്, നമുക്ക് കിട്ടിയേക്കുന്ന സ്വത്താണ്. അത് നമ്മൾ തിരിച്ചറിയണം. അവരെ വാർദ്ധക്യകാലത്താണെങ്കിലും അവരെ വേണ്ട പോലെ തന്നെ ശുശ്രൂഷിക്കണം. അല്ലാതെ വൃദ്ധസദനങ്ങളെ കൊണ്ടാക്കുകയല്ല വേണ്ടത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ജീവിതം നമുക്ക് സുന്ദരമായിട്ട് ജീവിച്ചു തീർക്കുവാൻ കഴിയും. ഏതായാലും നല്ലൊരു ഗാനം കൂടെ കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, കൂടെ നിങ്ങളുടെ സ്വന്തം മമ്മിക്കുട്ടി RJ സ്മിത. മിനുങ്ങും മിന്നമിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ, മരുമോ ചാരേ നിന്നച്ഛൻ. തലോടി കഥകൾ പാടിയുറക്കാൻ മരുമോ ചാരേ നിന്നച്ഛൻ. പുതുകനവാൽ മഷിയെഴുതി വിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവലയേകി കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നോ മാമൂട്ടി. പിച്ച പിച്ച വയ്ക്കാൻ കൂടി വന്നോ കൈനീട്ടി.
കല്ലിന്റെ കമ്മലിടും നേരം തേങ്ങലു മാറ്റുവാൻ തോളത്തെടുത്തിട്ട് പാട്ടും പാടിയില്ലേ. താരകം തന്നൊരു മോതിരം കൊണ്ടു നിൻ കുഞ്ഞിളം നാവിന്മേൽ തൂകിയൊരക്ഷരം ചൊല്ലിത്തരില്ല എൻ മിന്നാമിന്നി നീ. പകലിരവാകെ ഒരു നിഴലായി കാലൊന്നു തിന്നിടുമ്പോൾ നിന്നച്ചൻ കാവലിനെത്തുകില്ലേ. കോരിയെടുക്കും തോറും നിറയുന്ന സ്നേഹത്തിൻ ചോലയല്ലേ. മിനുങ്ങും മിന്നമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. പുത്തനുടുപ്പിട്ട് പൊട്ടു തൊടിച്ചിട്ട് നിന്നെ ഒരുക്കിയില്ലേ. പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടി വന്നില്ലേ. നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണിൽ ചിങ്ങനിലാവല്ലേ. നീയൊന്നു വാടിയാൽ ആരാരും കാണാതെ നെഞ്ചം വിങ്ങില്ലേ. മണിമുകിലോളം മകൾ വളർന്നാലും അച്ഛന്റെ ഉള്ളിലെന്നും അവളൊരു താമരത്തുമ്പിയല്ലേ. ചെല്ലക്കുറുമ്പു കാട്ടി ചിണുങ്ങുന്ന ചുന്ദരി വാവയല്ലേ. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിമളയേകി. കുഞ്ഞി ചുണ്ടി പൊന്നും തേനും തന്നോ മാമൂട്ടി. പിച്ച പിച്ച വെക്കാൻ കൂടെ വന്നോ കൈനീട്ടി. You are listening London Malayalam Radio. കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ചൻ. വെയിൽ വഴിയിൽ കുടനിഴലിൻ തണലാകും എന്നച്ചൻ. അമ്മക്കിളിയില്ല കൂടാകും വീട്ടിലെ ചെല്ലക്കുഞ്ഞിനെന്നും കൂട്ട്. ആലോലം കൊമ്പത്തൊരു ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട്.
ഇതാരാ? എടോ, ഇത് ഞാനാടോ, അഞ്ജലി. ഹലോ അഞ്ജലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ UK-ലാ. ഓ, UK-ലോ? അപ്പൊ നിന്റെ മെഡിസിൻ പഠിത്തമൊക്കെ വേണ്ടാന്ന് വെച്ചോ? ഇല്ല, അതിനുവേണ്ടി തന്നെയാ ഞാനിങ്ങ് വന്നേ. എന്റെ എടോ, ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയി മടുത്തു. പുറത്തു പോയി പഠിക്കാന്ന് വെച്ചാ പൈസയുടെ കാര്യം ഓർക്കുമ്പോ എന്തായാലും നീ ഭാഗ്യവതിയാ. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാൻ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഫോർവേഡ് ചെയ്തു തരാം, നീ ഒന്ന് നോക്ക്. ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്, എ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ലളിതമായ വിസ പ്രോസസ്സിംഗിലൂടെ മിതമായ നിരക്കിൽ ഒരു ഡോക്ടർ എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ UK, ബൾഗേറിയ, പോളണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ 10 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. MBBS from Bulgaria is accredited by General Medical Council, UK. കൂടാതെ easy entry criteria, low living expense, makes you eligible to practice in UK. no need of IELTS and lab test. For more details, please contact 0203 5951 999. Visit globalstudylink.co.uk. Global Study Link. എല്ലാവർക്കും വീണ്ടും തിരിച്ചു വരാം. വളരെ മനോഹരമായ ഒരു കഥ നിങ്ങൾ കേട്ടില്ലേ? കഥ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഈ കൂട്ടത്തിലില്ലല്ലോ അല്ലേ? ആർക്കാണ് കഥ ഇഷ്ടമില്ലാത്തതല്ലേ? അപ്പം ഏതായാലും വളരെ നല്ലൊരു കഥയായിരുന്നു അത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട ഞങ്ങളുടെ വിലാസം RJ സ്മിത LMR എന്നുള്ള ഫേസ്ബുക്ക് ID-യിലേക്ക് കമൻറ്റ്, വോൾ പോസ്റ്റ്, മെസ്സേജസ് ഒക്കെ ആയിട്ട് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ഇമെയിലായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് smita@lmrlive.com എന്നുള്ളതാണ്. സോ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഡെഡിക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എഴുതി അറിയിക്കാവുന്നതാണ്. ഞങ്ങളത് തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഓൺ ദ സ്പോട്ടിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയാണ്. അത് ഇസ്രയേലിൽ നിന്നാണ്. ഇസ്രയേൽ എന്ന രാജ്യത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇസ്രയേലിൽ 2 തടാകങ്ങളുണ്ട്. ഒന്ന് ചാവുകടലും മറ്റൊന്ന് ഗലീല കടലുമാണ്. എന്നാൽ ഈ 2 കടലിനും തമ്മിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഗലീല കടലിൽ ജീവന്റെ തുടിപ്പുണ്ട്. 27 തരം വിവിധ മത്സ്യങ്ങൾ ഈ ഒരു തടാകത്തിലുണ്ട്. അതിൽ ചിലത് ലോകത്തിൽ ഒരിടത്തുമില്ലാത്തതാണ്. അതിൻ്റെ തീരങ്ങളിൽ വിവിധ പക്ഷികൾ ഉല്ലസിക്കുന്നുണ്ട്. വിവിധ തരം പൂച്ചെടികളും അവിടെയുണ്ട്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രാഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, മറ്റേ കടലിനെ, അതായത് ചാവുകടലിനെ നോക്കുകയാണെങ്കിൽ അവിടെ ജീവനില്ല. അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് കയ്പ് വെള്ളമാണ്. കുടിക്കുവാൻ ഒട്ടും തന്നെ സാധ്യമില്ല. ആശ്ചര്യം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 2 തടാകങ്ങളിലും വെള്ളം ഒഴുകിയെത്തുന്നത് ഒരേ നദിയിൽ നിന്നാണ്, നമ്മുടെ ജോർദാൻ നദിയിൽ നിന്നാണ്. പിന്നെ എന്താണ് 2 കടലിലും 2 സ്പെഷ്യൽ? ഒരു ഉറവിടത്തിൽ നിന്നും വെള്ളം കിട്ടുന്ന ഈ 2 നദികൾ എന്തുകൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉത്തരം സിമ്പിളാണ്. ഗലീല കടൽ വെള്ളം സ്വീകരിക്കുന്നതിനോടൊപ്പം മറ്റു ചാലുകളിലേക്ക് അത് ഒഴുകി കളയുകയും ചെയ്യുന്നു. എന്നാൽ ചാവുകടലാവട്ടെ വെള്ളം ഒരിടത്തേക്കും ഒഴുക്കുന്നില്ല എന്ന് മാത്രമല്ല, വരുന്ന വെള്ളം മുഴുവനും എങ്ങും ഒഴുകിപ്പോകാതെ അവിടെ തന്നെ കെട്ടി കിടക്കുകയാണ്. നമ്മൾ മനുഷ്യരും ഇങ്ങനെ തന്നെയല്ലേ? ചിലരിൽ ഒട്ടും ജീവനില്ല. അവർക്ക് സ്നേഹിക്കുവാൻ അറിയില്ല. അവർ ആരിലും തങ്ങളുടെ ജീവൻ പകരാറില്ല. അവരെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. നന്ദിയില്ലാത്തവർ. അവരിൽ വ്യാപരിക്കുന്നത് മന്ദതയുടെ ശക്തിയാണ്. എന്നാൽ ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ചിലരാകട്ടെ മുഴുവനും ജീവനുള്ളവരാണ്. അവരെപ്പോഴും മറ്റുള്ളവർക്ക് ജീവൻ നൽകിക്കൊണ്ടേയിരിക്കും. അവർ പരാതി പറയാത്തവരാണ്, നന്ദിയുള്ളവരാണ്. അവരുടെ അരികെ അല്പനേരം നമ്മൾ നിന്നാൽ തന്നെ നമുക്കും ഊർജം ലഭിക്കും. അവരിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ 2 കൂട്ടരും തമ്മിലുള്ള വ്യത്യാസവും ഈ ഒന്ന് മാത്രമാണ്. ചിലരെല്ലാം സ്വാർത്ഥമായി ശേഖരിച്ചു വെക്കുന്നു. മറ്റു കൂട്ടർ അവർക്കുള്ളതുകൂടി അവരുടെ നന്മകളും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നു. ഇതൊരു വലിയ പാഠം തന്നെയാണ് പ്രിയരെ. ജീവിതം നന്മകളാൽ നിറയുവാൻ നമ്മുടെ കൈയും ഹൃദയവും മറ്റുള്ളവർക്കായി നമ്മൾ തുറന്നു കൊടുക്കണം. എന്നാൽ ലാഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊല്ലും എന്നൊരു ചൊല്ലുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഓൺ ദ സ്പോട്ടിൽ ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ. അപ്പോൾ രാത്രിയിൽ യാത്രയില്ല എന്ന് പറയുന്ന പോലെ ഇന്നത്തേക്കിനുള്ളത് മതിയായി. ടാറ്റ ബൈ ബൈ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഇതിൽ ലണ്ടൻ മലയാളം റേഡിയോ. അമ്മാടി അഴക് സമതോള് ഒന്ന കണ്ട പൊഴുതോ തിരുനാള് உன பார்த்துதான் தடுமாறுறேன் புயல் காத்துல
பொறியாகுறேன். அடிமாடு நான் விரண்டு ஓடுறேன். ஒரு வார்த்தை சொல்லு உயிர் தார. அம்மாடிவான் அழகு செமதூடு. உன்னை கண்டா பொழுதும் திருநாடு. முன்னழகில் நீயும் செய்த பின்னழகில் ஏறும் போத பொட்ட புள்ளவன நான் பார்த்து சொட்டு சொட்டா கரைஞ்சேனு. ரெக்க கட்டி பறந்த ஆளு பொட்டிக்குள்ள அடைஞ்சேனு. ஆத்தாடி நீதான் அழுக்கடையாத பால் நொர சேத்தோட வாழ்ந்தும் கரப்படியாத தாமர பூக்குற என தாக்குற. மாடிவான் அழகு செமதூளு. உன்னை கண்டா பொழுதும் திருநாளு. கண்ணீரண்டு போதவில்லை கட்டழக பார்த்து சொல்ல. ஒட்டு மொத்த ஓயில காண 10 சென்மோ எடுப்பேனே. கட்டு செட்டா கனிஞ்ச ஒன்ன கட்டி வச்சு ரசிப்பேனே. தேசாதி தேசம் வர திரிஞ்சேனே ஆம்பள. ஆனாலும் கூட ரதிவன போல பார்க்கல. வீட்டுல எழும் பாட்டுல அம்மாடிவான் அழகு செமதூடு. உன்னை கண்டா பொழுதும் திருநாளு. உன்னை பார்த்து நான் தடுமாறுறேன். புயல் காத்துல பொறியாகுறேன். அடிமாடு நான் விரண்டு ஓடுறேன். ஒரு வார்த்தை சொல்லு உயிர் தார. அம்மாடியும் அழகு செமதூளு. உன்னை கண்டா பொழுதும் திருநாளு.